നമസ്കാരം. നാപ്കിൻ വാങ്ങിച്ച് ഒരു സിനിമാ നടി കരഞ്ഞു പോയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചോർത്ത്. അങ്ങനെയാണ് അവർ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പേരിൽ കരയുന്നതാണ് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി നടി ലക്ഷ്മിപ്രിയ, ഇവർക്കിപ്പോൾ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പ്രചരണത്തിന് വരണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും അതിന്റെ ഭാഗമായി വലിയ പരിഹാസങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇവിടെ നാപ്കിൻ വാങ്ങിക്കാൻ പോയി 10 രൂപക്കത് വാങ്ങിച്ചു. മോദിയെ കുറിച്ച് ഓർത്തപ്പോൾ, അദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കരഞ്ഞുപോയി. ബയോളജിക്കലി അദ്ദേഹം ഒരു അച്ഛനല്ലെങ്കിലും ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും അച്ഛന്റെ സ്ഥാനത്താണ് നരേന്ദ്രമോദി എന്നുവരെ ഇപ്പോൾ ഈ നടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർ ഇങ്ങനെയാണ്. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരു രൂപവുമില്ല. നേരത്തെ മോഹൻലാലിന്റെ നഖം വെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മോഹൻലാൽ എനിക്ക് ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസം ഇവർക്കെതിരെ ഉയർന്നു വന്നിരുന്നു. പിന്നീട് മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇവർ എന്തൊക്കെയോ പറഞ്ഞു. ഇവർക്ക് സേഫാണെന്ന് തോന്നിയ ഒരു മതത്തിലേക്ക് ഇവർ മാറി. അതിനൊന്നും തെറ്റില്ല. പക്ഷേ ഇവർ പറഞ്ഞു, മുഷിഞ്ഞ വസ്ത്രം മാറിയതുപോലെ തോന്നുന്നു ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയപ്പോൾ എന്നൊരു പരാമർശം ഇവർ നടത്തി. ഈ പരാമർശത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. എന്തായാലും ഇവർ ആ പരിപാടി നിർത്താൻ ഒട്ടും ഇവർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഈ അവസാനം അവർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നാപ്കിൻ വാങ്ങിച്ചപ്പോൾ കരഞ്ഞുപോയി, 10 രൂപക്ക് ഇത് കിട്ടിയല്ലോ, ഇത് കിട്ടുമല്ലോ, നരേന്ദ്രമോദിജി എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു കരുതൽ ഉണ്ടായല്ലോ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 100 കോടിയിലധികം വരുന്ന ഇവിടുത്തെ പൗരന്മാരിൽ പകുതിയിലധികം സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളുടെ ഒക്കെ അച്ഛന്റെ സ്ഥാനത്താണ് അത്ര നരേന്ദ്രമോദിജി. എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഇവരെങ്കിലും ഇത് പറയാൻ തയ്യാറായല്ലോ. എന്തായാലും ഇവർ കരഞ്ഞു എന്ന് പറയുന്നു നാപ്കിൻ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഇവരോടൊന്ന് ചിരിക്കാൻ ഒരു തയ്യാറെടുപ്പ് നടത്താനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് അതിനുവേണ്ടി നിങ്ങൾ ഒരു കുറ്റി ഗ്യാസ് വാങ്ങിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മോദിജിയെ കുറിച്ച് ഓർത്ത് ചിരിക്കാനുള്ള ഒരു വകുപ്പുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇവർക്കെതിരെ ട്രോളുകൾ ഉയർന്നു വരുന്നുണ്ട്. ഗ്യാസ് വാങ്ങിക്കാൻ പോയി അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം. ഇവിടെ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 100 രൂപയിലധികം 115 രൂപയും വില കൂടിയിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഞെട്ടാം. മോദിജിയെ കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതും പറയാം. അതിനൊരു അവസരം നിങ്ങൾക്കുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെയുള്ള പ്രതികരണങ്ങൾ, ഇവരുടെ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇനി ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത പമ്പിൽ പോയി നിങ്ങൾ കുറച്ച് പെട്രോൾ അടിക്കുക, വണ്ടി കയ്യിലുണ്ടെങ്കിൽ. പെട്രോളിനും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 2 രൂപ 35 പൈസയാണ് പെട്രോളിന് കൂടിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനേക്കാളൊക്കെ വില കൂടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ക്ഷാമം, പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ, ഗ്യാസ് തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. ഈ രംഗത്തുള്ള ക്ഷാമം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കുവൈത്തിലും അതുപോലെ തന്നെ ഖത്തറിലുമൊക്കെ എണ്ണ സംഭരണശാലകൾക്ക് നേരെയും അതുപോലെ തന്നെ ഈ ഗ്യാസിന്റെ സംഭരണശാലകൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം കുവൈത്തിലെ ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിലെ റിഫൈനറികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇസ്രായേൽ ഇരുട്ടിൽ പോയി അവിടുത്തെ പവർ പ്ലാന്റിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിട്ട് കുറച്ചു നേരം ഇസ്രായേൽ ഇരുട്ടിലായിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇറാൻ രണ്ടും കൽപ്പിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 1 മണിക്കൂറോ 2 മണിക്കൂറോ വൈദ്യുതി ഇല്ലാതായാലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നിമിഷം അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അത്രമാത്രം അല്ലാത്ത ഒരു പ്രയാസത്തിലേക്ക് പോകും. അത്ര വലിയ ചൂടാണെങ്കിൽ വലിയ ചൂടാണ്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജില്ലാതെ അത് സൂക്ഷിക്കാൻ കഴിയില്ല. കറണ്ട് ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേലിൽ 1 മണിക്കൂറോളം ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ, ഹൈഫയിൽ നടന്ന ആക്രമണത്തിൽ കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പെട്രോൾ കിട്ടി തുടങ്ങിയാലും വില കുറയാനുള്ള സാധ്യതയില്ല, കൂടാനുള്ള സാധ്യതയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ലക്ഷ്മിപ്രിയ ഒന്ന് ചിരിക്കാൻ തയ്യാറെടുക്കുക. കരഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെ ഉയർന്നു വരുന്ന കൂടുതൽ പ്രതികരണങ്ങളും.